ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ആമസോണിൻ്റെ ഒരു വയർലെസ് മൈക്കിൻ്റെ അൺബോക്സിംഗ് ആണ്. നമ്മളിതുവരെ യൂസ് ചെയ്തതിൻ്റെ ഡിജിടെക്കിൻ്റെ ഒരു വയർലെസ് മൈക്കായിരുന്നു. ഇതും ഏകദേശം സെയിം സാധനം തന്നെയാണ്. അതിൻ്റെ റിസീവറിനോട് ചെറിയ കംപ്ലൈൻറ്റ് പറ്റിയപ്പോൾ നമ്മൾ ഒരു പുതിയ മൈക്ക് ഓർഡർ ചെയ്താണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലൂടെ എടുക്കാം. ഈ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ എടുക്കാം. ഇത് നമ്മൾ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്നാണ്. അതിൽ ലിങ്ക് താഴത്ത് കൊടുക്കുക. ബോക്സുമുള്ള റേറ്റ് 6000 റുപ്യാണ്. നമുക്ക് കിട്ടിയത് 2839 റുപ്യക്കാണ് ഇത് സാധനം കിട്ടിയത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മൈക്ക് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് യൂസർ മാനുവലിൻ്റെ ഒരു പേപ്പർ കാണാൻ കഴിയും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യൽ അങ്ങനെ പറയാനുള്ളൊരു യൂസർ മാനുവൽ പേപ്പർ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മുന്നിൽ കാണാൻ കഴിയും. അത് മാറ്റുമ്പോൾ നമുക്ക് മൈക്കാണ് കാണാൻ കഴിയല്. ഒരു റിസീവറും ഒരു ട്രാൻസ്മീറ്ററും ഉണ്ടാവും. അപ്പോൾ മൈക്കല്ലാതെ ഞാൻ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള വേറെ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ആ സൈഡിലൊരു നെറ്റിലാണ് വെച്ചിട്ടുള്ളത്, കവറിൽ പാക്ക് ചെയ്ത് കണ്ടേക്കാരം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയത് വിൻഡ് മഫാണ്. നമ്മൾ മൈക്കിൻ്റെ മുകളിൽ വെക്കണ കാറ്റ് വരുമ്പോൾ ശബ്ദം ഇല്ലാക്കാനുള്ളൊരു വിൻഡ് മഫ് ആദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ളത് ചാർജിങ് കേബിളാണ്. ഇത് പറഞ്ഞാൽ ഒരേ സമയം ഇത് കുത്തിയേക്കാനുള്ളൊരു ചാർജറാണ്. റിസീവറും ട്രാൻസ്മിറ്ററും ഒരേ സമയം കുത്തിയേക്കാനുള്ളൊരു ചാർജറിൻ്റെ കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്ഫോൺ ജാക്ക് തന്നെയാണ്. നമുക്ക് റിസീവർ വെച്ചിട്ട് മൈക്കിൽ വരുന്നത് കേൾക്കാനുള്ളൊരു ഹെഡ്ഫോൺ ജാക്കാണിത്. ഇനി വർത്തമാനം പറയുന്ന ആർക്കും കേൾക്കാൻ കഴിയുന്നൊരു ഓപ്ഷനും ഈ ഒരു റിസീവർ ജാക്കറ്റ് ഉപയോഗിക്കാൻ കഴിയും. ഇനിയുള്ളത് ഇത് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇത് കാരണം ഐഫോണും ആൻഡ്രോയിഡ് ഫോണും അതുപോലെ തന്നെ ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള 3 തരത്തിലുള്ള വയറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഐഫോണ് കണക്ട് ചെയ്യാനുള്ളൊരു വയറാണ്. ഇനി കാണിക്കുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ആയിട്ടുള്ള C2C കൺട്രോൾ ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, വയർ കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ക്യാമറക്കുള്ള ഒരു കേബിളാണ്. അപ്പം ഇങ്ങനെയാണ് ഈ വയറുകൾ വരുന്നത്. ഇങ്ങനെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ മൈക്ക് എങ്ങനെയാണ് ഓൺ ചെയ്യുക, മൈക്കിൻ്റെ യൂസ് എങ്ങനെയാണ്, ഇതിൻ്റെ സൗണ്ട് കൂട്ടൽ, ചാർജ് ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 2 സെക്കൻഡ് അടിയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ മൈക്ക് ഓൺ ആവും. അപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മൈക്ക് ഓൺ ആയിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ ഇതിൻ്റെ സൈഡിലായിട്ടൊരു കേബിൾ കുത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കുത്തിൻ്റെ ശേഷം ഇതിപ്പോൾ ഞാൻ ഐഫോണാണ് കണക്ട് ചെയ്യുന്നത്. ചില ആൻഡ്രോയിഡിലൊന്നും വർക്കാവില്ല. അപ്പോൾ വർക്കാവാത്തത് സെറ്റിങ്സ് പോയിട്ട് OTG ഓൺ ആക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വോളിയം പ്ലസ് വോളിയം മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഇപ്പോൾ ഇത് മിന്നി കത്തണ നമുക്ക് കാണാൻ കഴിയും. ഈ മിന്നി കത്തുന്ന പറഞ്ഞാൽ ഇത് കണക്റ്റ് ആവാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ഈ മൈക്ക് ഓൺ ആക്കുമ്പോൾ അത് മിന്നി കത്തുന്നത് കിടന്ന് നമുക്ക് കാണാൻ കഴിയും. വേണ്ട മിന്നി കത്തലൊക്കെ നിന്നപ്പോൾ 2 മൈക്കും കണക്റ്റ് ആയിട്ടുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ റിസീവർ ഫോണിന് നേരെ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഫോണിന് കുത്തിയിപ്പോൾ ഇനി ഞാൻ പറയുന്നതൊക്കെ മൈക്കിൽ നിന്ന് കേൾക്കാൻ കഴിയും. കേൾക്കുന്നത് ഈ മൈക്കിലൂടെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലൂടെയുള്ള വോയിസാണ്. ഇനി ഇതിലുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് താഴത്ത് പവർ ഓണിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂട്ടിൻ്റെ ഒരു ബട്ടൺ കാണാം. അത് ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മ്യൂട്ടാവും. ഇപ്പോൾ മ്യൂട്ട് ഓൺ ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിലുള്ളൊരു ബട്ടണാണ് എക്കോ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അത് ഒറ്റ പ്രസ് ക്ലിക്ക് ചെയ്താൽ നോയിസ് ക്യാൻസലേഷനാണ്. ഇപ്പോൾ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും കേൾക്കില്ല, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇത് ഒരു തവണ കൂടി പ്രസ് ചെയ്താൽ നോയിസ് ക്യാൻസലേഷൻ ഓഫാവും. പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമുക്ക് എക്കോ ഒരു വർത്താനം പറയാൻ കഴിയും. ഞാൻ ഇപ്പോൾ നെക്കി പിടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ എക്കാണ്. ഇവിടെ ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ കഴിയും. നോയിസ് ക്യാൻസലേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ കളറിലേക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. എക്കോ ആകുമ്പോൾ എക്കോ എന്നുള്ള ഈ ഒരു ഭാഗം ഗ്രീൻ ലൈറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നമുക്ക് എക്കോ ആയിരിക്കും കേൾക്കാൻ കഴിയുക. പിന്നെ ഇത് പ്രസ് ചെയ്തൊന്നും കൂടി പിടിച്ചാൽ നമ്മളെ എക്കോ ഓഫായി. അപ്പോൾ ഇങ്ങനെയാണ് ഈ മൈക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ നമ്മൾ മറ്റേ വിൻഡ് മഫ് വെക്കൽ സെറ്റ് ചെയ്യൽ. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. നമുക്ക് വർത്തമാനം പറഞ്ഞ് നമുക്ക് തന്നെ കേൾക്കാൻ കഴിയുന്നൊരു ഓപ്ഷനാണിത്. പിന്നെ റിസീവറിൻ്റെ അടുത്തും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്.
ഈ വീഡിയോ എടുക്കുന്ന ആൾക്ക് വോയിസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അതിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി മൈക്കിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. 100 മീറ്റർ റേഞ്ചിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു മൈക്കിൻ്റെ കമ്പനി പറയുന്നത്. ഒരു 50-40 ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും. ഏതായാലും ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു മൈക്കാന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളാണ്. 10 മണിക്കൂറൊക്കെ ചാർജിങ് കിട്ടുമെന്നാണ് ഈ മൈക്ക് പറയുന്നത്. ഒരു 6 മണിക്കൂറൊക്കെ കിട്ടും. പിന്നെ ഞാൻ കുറേ മൈക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡിജിടെക്കിൻ്റെ, ഗ്രെനാരിൻ്റെ, ആമസോണിൻ്റെ. പിന്നെ ഡിജിടെക്കും ഈ ആമസോൺ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം സാധനമാണ്. ഞങ്ങൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ സെയിം സാധനമാണ്. മൈക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ സെയിമാണ്. പേര് മാത്രമാണ് അവിടെ വ്യത്യാസമായിട്ടുള്ളത്. ആമസോൺ ബേസിക്സും പിന്നെ ഡിജിടെക് എന്ന് പറഞ്ഞിട്ടുള്ള അതും. ഏതായാലും ഈ മൈക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.